പെരുന്നാൾ സ്പെഷ്യൽ പോത്തിറച്ചി പൊരിച്ച് ഒരു തനി നാടൻ പോത്തിറച്ചി പൊരിച്ചിട്ടോ. നാടനിൽ താല്പര്യമുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, തനി നാടൻ സ്റ്റൈലാണ്. അപ്പോൾ പോത്തിറച്ചി ചെറിയ ചെറിയ കഷ്ണാക്കി ഇങ്ങനെ മുറിച്ച് കുറച്ച് നെയ്യൊക്കെ അല്ല പോത്തിറച്ചി ഒന്നുകൂടി ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ ഇറച്ചി നമുക്ക് ആദ്യം ഒന്ന് കഴുകാനുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോണേ നാടൻ ബീഫ് പൊരിച്ചത്. നാളെ മുതൽ ബീഫിന്റെ കളിയല്ലേ. ഇനി മുറിച്ച ഈ കഷ്ണങ്ങൾ എന്താ കഴുകാൻ അങ്ങോട്ട് തുടങ്ങാൻ കേട്ടോ. ഇനി ഒരു അരപ്പുണ്ടാക്കി എടുക്കാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ പാടെ അരക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കുക കുറച്ച് വേപ്പിൻ്റെ ഇല. ഇതാദ്യം പോത്തിറച്ചിന് മുക്കാൽ വേവിക്കാൻ ഇതാ ഒരു കുക്കറൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി അരച്ച അരപ്പ്, പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നാടൻ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഒക്കെ പാടെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നങ്ങോട്ട് മിക്സ് ആക്കട്ടെ. നന്നായിട്ട് കൈ കൊണ്ടൊക്കെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് വേപ്പിൻ്റെ ഇല ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഇറച്ചി തന്നെ വെള്ളം അങ്ങനെ വന്നോളൂ. ഒന്ന് മുക്കാലങ്ങോട്ട് കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുക്കണേ. ഈ ഇറച്ചി വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ എടുക്കണം. അതേ തെങ്ങുമ്പത്തെ തേങ്ങ തന്നെയാണേ. അപ്പോൾ എടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് പൂളട്ടോ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊന്ന് ഇളനീരും വന്നാണ് പോയിക്കൊള്ളുന്ന തേങ്ങയുമൊക്കെ എത്തിയിട്ടുള്ളത്. ആ ഒരു ഇളയെ തേങ്ങ ചെറുതാക്കി ഇങ്ങനെ മുറിച്ചോട്ടോ. എനിക്ക് ഇളയതാ താല്പര്യം, കൊട്ട തേങ്ങയ്ക്ക് താല്പര്യമില്ലാതെ മുറിച്ചോടെ മാറ്റി വെക്കുക. പിന്നെ വലിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞോണ്ട് കേട്ടോ. കുറച്ച് വലിയ ഉള്ളി വേണം. എന്നിട്ട് പച്ചമുളക്, വീട്ടിലുണ്ടാക്കിയ നാടൻ പച്ചമുളക് തന്നെ, അതൊന്ന് കഴുകിയിട്ട് അതും ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ മുറിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചീനച്ചട്ടി വെക്കണു. എന്നിട്ട് നമ്മളെ സ്വന്തം വെളിച്ചെണ്ണ ഒഴിക്കണു. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ കൊത്തിടണു. ഒന്നങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി തേങ്ങാക്കൊത്തൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഈ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയും കുറച്ച് പെരിഞ്ചീരകം പാടെ ഇടണം കേട്ടോ. എന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം ഈ എണ്ണയിൽ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച അതും കൂടെ ചേർക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി, പിന്നെ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഒന്ന് പാടിട്ട് അങ്ങനെ വയറ്റണം കേട്ടോ. വയറ്റിയ നിറക്കണ് മാറി തുടങ്ങി നമ്മൾ മസാലപ്പൊടിയുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും ആണെങ്കിൽ ചെറുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ വറ്റിച്ചെടുത്ത ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നങ്ങോട്ട് ഇളക്കണം. എന്നിട്ട് കുറച്ച് കുരുമുളക് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുന്നു. എന്നിട്ട് ഇതാ ഈ ഒരു നിറം അങ്ങോട്ട് മാറണം കേട്ടോ. ദമ്മങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. നിറം അങ്ങോട്ട് മാറി ഒന്നങ്ങോട്ട് കറക്കാൻ തുടങ്ങും. വല്ലാതെ അങ്ങോട്ട് കറക്കണ്ട. കറക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ തേങ്ങ കൊത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടല്ലോ ഇങ്ങനെ ഡ്രൈ ആയി വരണം കേട്ടോ. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗരം മസാല അതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്കങ്ങ് എടുക്കട്ടോ. അങ്ങോട്ട് കഴിക്കും